കശ്മീരിൽ സൈനികനെ തട്ടിക്കൊണ്ടുപോയെന്ന വാർത്ത തെറ്റെന്ന് പ്രതിരോധ മന്ത്രാലയം. വാർത്ത വെറും ഊഹാപോഹം മാത്രമാണെന്നും മുഹമ്മദ് യാസിൻ സുരക്ഷിതനെന്നും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അതേസമയം ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഹൈക്കമ്മീഷണർമാർ ഇന്ന് തിരികെ ഓഫീസിൽ പ്രവേശിപ്പിക്കും. കെ പി അഭിലാഷ് ചേരുന്നു ഡൽഹിയിൽ നിന്ന്. അഭിലാഷ്, ഇതൊരു വെറും ഊഹാപോഹം എന്ന് തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ, വിശദാംശങ്ങൾ? ഇന്നലെ വൈകിട്ടോടെയായിരുന്നു കശ്മീരിലെ ബദ്ഗാമിൽ നിന്ന് സൈനികനെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു ഭീകരർ എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. ജവാൻ അവധിക്കായി നാട്ടിൽ എത്തിയ സമയമായിരുന്നു. വീട്ടിൽ നിന്ന് ഇദ്ദേഹത്തെ കാണാതായി എന്നുള്ളതായിരുന്നു റിപ്പോർട്ടുകൾ. എന്നാൽ ഇപ്പോൾ സൈനികനെ തട്ടിക്കൊണ്ടുപോയി എന്ന വാർത്ത തെറ്റാണ് എന്നാണ് പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നത്. അതേസമയം ഇന്നലെ ഈ സൈനികന് വേണ്ടി പോലീസും ഒപ്പം മറ്റു സൈനികരും തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്ത പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. സൈനികൻ 26-ാം തീയതി മുതൽ അവധിയിൽ പ്രവേശിച്ചിരുന്നതാണ്. മാർച്ച് 31 വരെയാണ് അദ്ദേഹത്തിന് അവധി ഉണ്ടായിരുന്നത്. ഇതിനിടയിലാണ് ബദ്ഗാമിലെ വസതിയിൽ നിന്ന് സൈനികനെ തട്ടിക്കൊണ്ടുപോയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. എന്നാൽ ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് വരുന്ന പ്രതികരണം എന്നത് ഇങ്ങനെ സൈനികനെ തട്ടിക്കൊണ്ടുപോയിട്ടില്ല എന്നുള്ളതാണ്. ഇത് വാർത്ത ഊഹാപോഹമാണ് എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ സൈനികൻ എവിടെയായിരുന്നു, എന്തുകൊണ്ട് അദ്ദേഹത്തെ കാണാതായി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു വിശദീകരണം പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും ഉണ്ടായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പിന്നീട് ലഭിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം ബലാക്കോട്ടിലെ ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യ തിരിച്ചു നൽകിയിരുന്നു. ഇതിന് പ്രതിരോധം തീർക്കുക അല്ലെങ്കിൽ ഇതിനെ വിയോജിച്ചുകൊണ്ട് വീണ്ടും കശ്മീരിൽ ആക്രമണം നടത്തുവാനുള്ള സാധ്യതയുണ്ട് എന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പ് നിലനിൽക്കുകയാണ് ഇത്തരത്തിലൊരു വാർത്ത പരന്നത്. പ്രത്യേകിച്ച് ആക്രമണ സാധ്യത തള്ളിക്കളയാനാകില്ല. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത്. ഇതിനിടയിലാണ് ഒരു സൈനികനെ കാണാതായത് എന്നതാണ് ഈ വാർത്തയ്ക്കേറെ പ്രാധാന്യവും കൈവന്നത്. മറ്റൊരു കാര്യം, ഈ പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ അടക്കം വിള്ളൽ സംഭവിക്കുകയും ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഹൈക്കമ്മീഷണർമാർ ഓഫീസിലെ ചുമതലകളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് പാക് സർക്കാർ ഭീകരർക്കെതിരെ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ജെയ്ഷെ മുഹമ്മദിന്റെ പ്രവർത്തനത്തെ അടക്കം നിയന്ത്രിക്കുകയും ഭീകരർക്ക് താക്കീത് നൽകുകയും ചെയ്യുന്ന പശ്ചാത്തലമുണ്ട്. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു നടപടിയുമായി പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നത്. പാകിസ്ഥാന്റെ ഈ നിലപാടുകൾ, ഭീകരർക്കെതിരായ നിലപാടുകൾ ശക്തിപ്പെടുത്തുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഹൈക്കമ്മീഷണർമാർ ഇന്ന് തിരികെ ഓഫീസിൽ പ്രവേശിക്കുന്നതും തന്നെയാണ്. ശരി അഭിലാഷ്.